ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ കളിയാക്കരുത്, പരിഹസിക്കരുത്. പരിഹാസം സാഹോദര്യം തകർക്കും. ആരും എന്തിൻ്റെ പേരിലാണെങ്കിലും, രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും, മതത്തിൻ്റെ പേരിലാണെങ്കിലും, ആശയത്തിൻ്റെ പേരിലാണെങ്കിലും, ആദർശത്തിൻ്റെ പേരിലാണെങ്കിലും, പന്തിയുടെ പേരിലാണെങ്കിലും, എന്തിൻ്റെ പേരിലാണെങ്കിലും, ഒരു കൂട്ടർ നാടിൻ്റെ പേരിലാണെങ്കിലും ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ കളിയാക്കാൻ പാടില്ല, സാഹോദര്യം തകർക്കും. ഖുർആൻ പറഞ്ഞതാണ് സൂറത്തുൽ ഹുജറാത്ത്. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെയും കളിയാക്കരുത്. കളിയാക്കുക എന്നുള്ളതിൻ്റെ ഇന്നത്തെ പേര് ട്രോളുക എന്നാണ്. കളിയാക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം പുതിയ തലമുറക്ക് മനസ്സിലാവില്ല. അതിൻ്റെ ഇന്നത്തെ പേര് ട്രോളുക. ആരും ആരെയും ട്രോളരുത്, സാഹോദര്യം തകർക്കും. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ പരിഹസിക്കരുത്. അസാ അൻ യകൂനു ഖൈറൻ മിൻകും, പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ഖൈറായിരിക്കും. വലാ നിസാഉം മിൻ നിസാഇൻ, ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ പരിഹസിക്കരുത്. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, പരിഹസിക്കപ്പെടുന്നവൾ പരിഹസിക്കുന്നവളേക്കാൾ ഖൈറായിരിക്കും. അതുകൊണ്ട് ആരും ആരെയും പരിഹസിക്കരുത്. 2, വലാ തൽമിസു അൻഫുസകും, നിങ്ങളാരും നിങ്ങളുടെ സ്വന്തം ശരീരത്തെ ആക്രമിക്കരുതേ. ആരും സ്വന്തം ശരീരത്തെ ആക്രമിക്കരുത്. സ്വന്തം ശരീരത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് തന്നെയല്ലേ നോക്കണേ, നിങ്ങൾ ഇന്നെ തന്നെയല്ലേ നോക്കണേ. നിങ്ങൾക്ക് ഇന്നെ കാണും ഈ ലൈറ്റ് ഉള്ളതുകൊണ്ടേ, ഈ ലൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണൂല. അപ്പം ഇങ്ങനെ മറച്ചു പിടിച്ചാലൊക്കെ കാണുള്ളൂ. നിങ്ങൾ ഇന്നെ നോക്കണേന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ പറയാൻ. അതോ നിങ്ങൾ മൈക്കക്കാരനെ നോക്കുന്നുണ്ടോ? എന്നാൽ മൈക്കക്കാരൻ വേദരേണ്ടി വരും കേട്ടോ. ഞാൻ പറയണമെങ്കിൽ ഇന്നെ നോക്കണം. നോക്കണില്ലേ? ഉണ്ട്, കണ്ണ് തിളങ്ങണ കാണാണ്ട് ഉണ്ട്. അശ്ശഫ ചൊല്ലി, അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമതി മുശ്ഫിഖൻ വഹ്ലനാ ഇൻലാഅയാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മുസ്ലിങ്ങൾക്കിടയിലുള്ള സാഹോദര്യം തകർക്കുന്നതിൻ്റെ 3 കാരണങ്ങൾ: 1 പരിഹാസമാണ്, 2 വലാ തൽമിസു അൻഫുസകും, സ്വന്തം ശരീരത്തെ ആക്രമിക്കുക എന്നുള്ളതിന് ഒരുപാട് വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വിശദീകരണങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശദീകരണം ആത്മഹത്യ ചെയ്യരുത് എന്നാണ്. ആത്മഹത്യ സാഹോദര്യം തകർക്കുമെന്നാണ്. ഖളാ ഖദറിൽ വിശ്വാസമുള്ള ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. ഈ ഖളാ ഖദറിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഖളാ ഖദറിലുള്ള വിശ്വാസം എന്താണ്, അതെന്തിനാണ്? 2 ചോദ്യങ്ങളാണ്. എന്താണ് ഈ ഖളാ ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ തിരിയാത്തത്? ഖളാ ഖദറിലുള്ള വിശ്വാസം തിരിഞ്ഞിട്ട് അള്ളാനെ തിരിയില്ല. അള്ളാനെ തിരിഞ്ഞതിനാൽ അള്ളാന്റെ ഖളാ തിരിയാണ് ചെയ്യുക. നല്ലോണം മനസ്സിലാക്കണേ. ഖളാ ഖദർ എന്നുള്ളത് ഒരാൾക്ക് മനസ്സിലായിട്ട് അള്ളാഹ് ഉണ്ട് എന്ന് ഒരാൾക്ക് മനസ്സിലാവില്ല. അള്ളാഹു ഉണ്ട്, അവൻ നീതിമാനാകുന്നു, അവന് ഇൽമുണ്ട്, ഖുദ്റത്തുണ്ട്, ഇറാദത്തുണ്ട്, സമഉണ്ട്, ബസറുണ്ട് എന്ന് മനസ്സിലായാൽ അള്ളാഹുവിന് ഖളാ ഖദർ ഉണ്ട് എന്ന് മനസ്സിലാവുകയാണ് ചെയ്യുക. അല്ലാതെ ഖളാ ഖദർ മനസ്സിലായിട്ട് അള്ളാഹുവിനെ മനസ്സിലാകൽ ഒരിക്കലും ഉണ്ടാവുന്നതല്ല. അപ്പോൾ ഖളാ ഖദറിൽ വിശ്വാസമുള്ള ഒരാളിൽ നിന്ന് ആത്മഹത്യ വരൂല എന്നാണ്. വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് ആത്മഹത്യയിലുള്ളത്. അതുകൊണ്ട് സ്വന്തം ശരീരത്തെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞാൽ 1ാമത്തെ വിശദീകരണം ആത്മഹത്യ ചെയ്യരുത്. 2ാമത്തെ വിശദീകരണം വൃത്തിയില്ലാതെ നടക്കരുത്. സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ് വൃത്തിയില്ലാതെ നടക്കൽ. 3ാമത്തെ വിശദീകരണം ബുദ്ധി കേടുവരുത്തുന്ന മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കരുത്. ബുദ്ധി കേടുവരുത്തും മദ്യം മയക്കുമരുന്നും ഉപയോഗിക്കരുത്. മയക്കുമരുന്ന് വ്യാപകമാണെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ കണക്ക് പറഞ്ഞിട്ട് തീരും കാര്യമില്ല. നമ്മൾ കണക്കാണ് എല്ലാവരും നോക്കൽ.
ഈ കൊല്ലപ്പം എത്രയെ കുടിച്ചത് എന്നാണ് നോക്കൽ. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഇല്ലാതാവാൻ എന്താ വേണ്ടത് എന്നാണ് ആലോചിക്കേണ്ടത്. ഇല്ലാതാവാൻ എന്താ വേണ്ടത്? മുതിർന്നവർ ചെറിയവരെ ശ്രദ്ധിക്കുക, വാപ്പാര് മക്കളെ ശ്രദ്ധിക്കുക, കാരണന്മാരെ അഞ്ചന്മാരെ ശ്രദ്ധിക്കുക, നാട്ടിലെ മുതിർന്നവർ താഴ്ന്നവരെ ചെറിയ കുട്ടികളെ ശ്രദ്ധിക്കുക, ചെറുപ്പക്കാരെ ശ്രദ്ധിക്കുക. എങ്ങനെ ശ്രദ്ധിക്കേണ്ടത്? മദ്യപാനം, ലഹരി ഉപയോഗം എന്നിവകൾക്ക് അടയാളമുണ്ടായിരിക്കും. എല്ലാ വൃത്തികേടിനും അടയാളം ഉണ്ടാവും. വ്യഭിചാരത്തിന് അടയാളമുണ്ട്, മോഷണത്തിന് അടയാളമുണ്ട്, മദ്യപാനത്തിന് അടയാളമുണ്ട്, ലഹരി ഉപയോഗിക്കുന്നതിന് അടയാളമുണ്ട്, എല്ലാറ്റിനും അടയാളമുണ്ട്. ലഹരിയുടെ അടയാളങ്ങളെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അതാരിലെങ്കിലും പ്രത്യക്ഷമാകുന്നുണ്ടോ? ലഹരിയുടെ അടയാളങ്ങൾ പഴയ കാലത്തുള്ള അടയാളങ്ങളും പുതിയ അടയാളങ്ങളും വ്യത്യാസം ഉണ്ടാവും. പഴയ കാലം എന്ന് പറഞ്ഞാൽ കള്ളുടിച്ചാൽ ഓൻ വരുമ്പോൾ ഇങ്ങനെ ആടിയിട്ടാണ് വരിക, ഇങ്ങനെ പാമ്പ് വരും പോലെ വരിക, ഒന്നും ആടില്ല, ആട്ടല്ല, ആട്ടം നിർത്തി. പഴയ അടയാളങ്ങളൊന്നും ഇപ്പം ഇല്ല, ഒക്കെ പുതിയ പുതിയ അടയാളങ്ങളാണ്. അതുകൊണ്ട് പുതിയ അടയാളങ്ങളെ ശ്രദ്ധിക്കണം. ഓരോന്നിനും ഓരോ അടയാളം ഉണ്ടാകുക എന്നാണ്. പൊതുവെ പറയുകയാണെങ്കിൽ ലഹരിക്കടിമപ്പെട്ട ആളുടെ നിലവിലുള്ള സ്വഭാവം നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാവും. നിലവിലെന്താ സ്വഭാവം വെച്ചാൽ അത് നേരെ ഓപ്പോസിറ്റാണ്. തീരെ മുണ്ടാത്തൊരു കുട്ടിയായിരുന്നു, ഇപ്പോൾ വർത്താനം പറയുന്നേ, നല്ലോണം വർത്താനം പറഞ്ഞിരുന്ന ആളാണ്, അപ്പം മുണ്ടണന്നില്ല. തീരെ ഭക്ഷണം കഴിച്ചിരുന്നില്ല, അപ്പം തിന്നന്നൊരു പണിയാണ്. തീരെ നല്ലോണം ഭക്ഷണം കഴിച്ചിരുന്നു, ഇപ്പം തിന്നണന്നില്ല. തീരെ ഉറങ്ങാത്ത ഒരാളായിരുന്നു, ഇപ്പോൻ ഉറക്കം തന്നെ ഒരു പണിയാണ്. നല്ലോണം ഉറങ്ങിയിരുന്നു, ഇപ്പോൻ ഉറക്കം തന്നെ ഇല്ല. ഇങ്ങനെ നേരെ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. പള്ളിക്കൊക്കെ കയറി തന്നെ ഇല്ല, അപ്പം പള്ളിക്കൊന്നും നീച്ചോണം തന്നെ ഇല്ല. ഇടക്ക് പള്ളിക്കൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പം പള്ളിക്കൊക്കെ വരുന്ന തന്നെ ഇല്ല. ഇങ്ങനെ നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആകുകയാണെങ്കിൽ അത് അഡിക്ഷനാണ്. ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ പ്രധാനപ്പെട്ട അടയാളമാണ്. ഇങ്ങനെയുള്ള അടയാളങ്ങൾ സൂക്ഷിക്കുക. രാത്രി കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് ചന്ദനത്തിരിയുടെ വാസന വരിക, ഒരടയാളം. രാവിലെ റൂം അടിച്ചു വാരുമ്പോൾ പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളം കാണുക, അതൊരടയാളമാണ്. 20 രൂപ, 30 രൂപ, 50 രൂപ തുടങ്ങിയ ചെറിയ പൈസകൾ വീട്ടിൽ നിന്ന് കാണാതാകുക, കളവ് പോവുക, അടയാളം. മൊബൈല്, സൈക്കിള്, ലാപ്ടോപ്പ് തുടങ്ങിയ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തുക്കളെ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുക, അതൊരടയാളമാണ്. മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ട് നടത്തുക, അതൊരടയാളമാണ്. ഒറ്റക്കിരിഞ്ഞ് ദൂരേക്ക് ഇങ്ങനെ നോക്കുക, അതൊരടയാളമാണ്. വീട്ടിലായിരിക്കുമ്പോൾ എപ്പോഴും വാതിൽ കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്, അതൊരടയാളമാണ്. രാത്രി ഉറക്കം കുറഞ്ഞു വരൽ ഒരടയാളമാണ്. ഭക്ഷണത്തോട് താല്പര്യം കുറയൽ ഒരടയാളമാണ്. അടുത്ത കുടുംബത്തോട് ദേഷ്യം ഒരടയാളമാണ്. ഉമ്മാനോടും പെങ്ങന്മാരോടൊക്കെ വലിയ ദേഷ്യമാണ്. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം, അതൊരടയാളമാണ്. കണ്ണിൻ്റെ ചുറ്റുഭാഗത്തും നിറവ്യത്യാസം വരിക, അതൊരടയാളമാണ്. ആമാശയത്തിന് അസുഖങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, അതൊരടയാളമാണ്. ഇങ്ങനെ ഒരുപാട് അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങൾ ശ്രദ്ധിക്കണം. അടയാളം കാണുന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം. മദ്യം, മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകളെ ചികിത്സിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് ഡി അഡിക്ഷൻ സെൻറ്റർ എന്നാണ്. ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. ഏറ്റവും അടുത്തുള്ള ഡി അഡിക്ഷൻ സെൻറ്റർ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. അവിടെ കൊണ്ടുപോയി ചികിത്സിക്കുകയാണ് വേണ്ടത്. ചിലത് കൗൺസിലിംഗ് കൊണ്ട് മാത്രം മതിയാവും, മാറും. തുടക്കമൊക്കെ ആണെങ്കിൽ അധിക കേസും കൗൺസിലിംഗ് കൊണ്ട് മാത്രം മതിയാവില്ല, മരുന്ന് വേണ്ടി വരും. അപ്പോൾ മരുന്ന് കഴിച്ച് അസുഖം മാറ്റണം. മാറിക്കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എവിടെ നിന്നാണോ തുടങ്ങിയത് ആ ഗ്യാങ്ങിലേക്ക് തിരിച്ചുവിട്ടാൽ രണ്ടാമതും ആരംഭിക്കും. അഡിക്ഷൻ മടങ്ങി വരുന്ന അസുഖമാണ്. ലഹരി അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം മടങ്ങി വരുന്ന അസുഖമാണ്. അതുകൊണ്ട് മാറലൊക്കെ മാറും. ആദ്യം എവിടുന്നാ തുടങ്ങിയത് അതേ സ്ഥലത്തേക്ക് തിരിച്ചു പോയാൽ രണ്ടാമതും ഉണ്ടാവും. അതുകൊണ്ട് എത്ര ഉറുപ്പ്യൻ്റെ നഷ്ടം ഉണ്ടായാലും തുടങ്ങിയിടത്തേക്ക് പിന്നെ തിരിച്ചു പോകാൻ പാടില്ല. ഏത് കോഴ്സ് നഷ്ടപ്പെട്ടാലും, ഏത് ഹോസ്റ്റലിൽ നിന്ന് പോരേണ്ടി വന്നാലും, ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോരേണ്ടി വന്നാലും, ഏത് കോഴിക്കടയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും, ഏത് വണ്ടി പോക്ക് നിർത്തേണ്ടി വന്നാലും, എത്ര രൂപയുടെ നഷ്ടമുണ്ടായാലും ആദ്യം തുടങ്ങിയിടത്തേക്ക് പിന്നെയും പോയാൽ മടങ്ങി വരുന്ന അസുഖമാണ് അഡിക്ഷൻ.